നമസ്കാരം. നാട്ടിൽ പോയിട്ട് ഏതാണ്ടൊക്കെയോ കഴിക്കണമെന്നും പറഞ്ഞിട്ട് ആ വണ്ടി പിടിച്ചെങ്കിലും അവിടെ ചെന്നിട്ട് കുറച്ച് സാധനങ്ങളൊന്നും കഴിക്കാണ്ട് തിരിച്ചു കയറി പോരേണ്ടി വന്നു കേട്ടോ. അതിലൊന്നാണ് നമ്മുടെ ഷവർമ്മ. ചില്ലുകൂട്ടിൽ കമ്പിയിൽ കുത്തി നിർത്തിയിട്ടുള്ള ഷവർമ്മ ചേട്ടനെ ഞാൻ ഒരുപാട് അന്വേഷിച്ചെങ്കിലും എനിക്ക് എവിടെയും കാണാൻ പറ്റിയില്ല. അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഞാൻ തിരിച്ചു കയറി പോന്നപ്പോഴാണ് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു അറബിക് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നും അവിടെ നല്ല കിഡിലോസ്കി ഷവർമ്മ കിട്ടും എന്നും ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഒട്ടും അമാന്തിച്ചില്ല, നേരെ ഇഷ്താർ എന്ന് പേരുള്ള ഈ ഒരു അറബിക് റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി പിടിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കംപ്ലീറ്റ് ഒരു അറബി ചായ, അറബിക് സെറ്റപ്പിലാണ് കേട്ടോ ഇവർ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് ദേ കളറിൽ വിവിധ സൈസുകളിൽ കുറേ വിളക്കുകൾ ഇരിക്കുന്നു. മണ്ണെണ്ണ ആയിരിക്കുമോ വിളക്കെണ്ണ ആയിരിക്കുമോ ഇതിൽ ഒഴിക്കുക എന്നൊക്കെ വിചാരിച്ച് നടക്കുമ്പോഴാണ് അടുത്ത് പോയപ്പോൾ ഇത് വിളക്കല്ല, ഹുക്ക എന്ന് പറയുന്ന സാധനം വലിക്കുന്ന ആ ഒരു എക്യുപ്മെൻ്റ് ആണെന്ന് മനസ്സിലായത്. ഇതൊക്കെ ഇവരിവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വാങ്ങിക്കുമ്പോൾ ഇതിലിടാനുള്ള പൊടിയോ ടാബ്ലറ്റോ ഒക്കെ അവർ ഇവിടുന്ന് തരുന്നുണ്ട്. പിന്നെ ഇവിടെ ദേ കുറേ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കോക്ടെയിലും മോക്ടെയിലും ബിയറും ഹോട്ട് ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കണ്ണുടക്കിയത് ചില്ലലമാരയുടെ ഉള്ളിലിരിക്കുന്ന ഈ അറബിക് സ്വീറ്റ്സ് ആയിട്ടുള്ള ബക്ലാവ, കുനാഫ എന്നിവയിലാണ്. മെയിൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചിരുന്ന് ഞാൻ അമ്പേ പരാജയപ്പെട്ടു. കാരണം മെയിൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. ഈ കാണുന്ന പാത്രങ്ങളൊക്കെ തൊട്ട് നോക്കാനും കണ്ടു നോക്കാനും പറ്റൂ, വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല കേട്ടോ. അങ്ങനെ നടക്കുമ്പോഴാണ് ദേ രണ്ട് സാധനങ്ങൾ കിടക്കുന്നത്. ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നും വിചാരിച്ച് ചിന്തിച്ച് നിന്നപ്പോഴാണ് നമ്മുടെയൊക്കെ വീട്ടിലെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലും വീട്ടിൻ്റെ മുമ്പിലും ഒക്കെ ഇടുന്ന ചവിട്ടിയാണ് കേട്ടോ അവിടെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ അമ്മമാരൊന്നും കാണണ്ട. പിന്നെ നോക്കി നടന്നു കഴിഞ്ഞപ്പോൾ ദേ ഇരിക്കണു നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്. പതുക്കെ ഒന്നെടുത്ത് തുടച്ചു നോക്കിയാൽ ഫ്രീ ആയിട്ടൊരു ഭൂതത്തിന് അടിമയായിട്ട് കിട്ടിയാലോ എന്നും വിചാരിച്ച് തൊടാൻ വേണ്ടി ചെന്നപ്പോൾ കൗണ്ടറിൽ നിൽക്കുന്ന ചേച്ചി എന്നെ കണ്ണൂരിറ്റി പേടിപ്പിച്ചു. പിന്നെ ഞാൻ നല്ല കുട്ടിയായിട്ട് വേഗം വന്ന ദേ മെനു കാർഡൊക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുമ്പോഴാണ് അതിൽ അറബിക് ടീ ഉണ്ടെന്ന് കണ്ടത്. അറബിക്കല്ലേ, ഒരു ടർക്കിഷ് ടീ പറയാം എന്ന് വിചാരിച്ച് ചേച്ചി ഉമ്മറത്തേക്ക് ഒരു ടർക്കിഷ് ടീ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ ഞങ്ങൾ സദാം ഹുസൈൻ്റെ നാട്ടുകാരാണ്, ഇത് ഇറാഖി ടീ ആണെന്ന്. എന്തെങ്കിലും ആവട്ടെ, ചായ താ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഇതേ ഒരു ജഗ്ഗിൽ നിറയെ ചായയും ഒരു കപ്പുമായിട്ട് വന്നു. ചേച്ചി ഞങ്ങൾ 4-5 ആൾക്കാരുണ്ട്, ഒരു 2 കപ്പും കൂടെ തരുമെന്ന് ചോദിച്ചപ്പോൾ ഒരു കപ്പേ തരൂ, ഇനി കപ്പ് വേണമെങ്കിൽ കാശ് തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേണ്ടാന്നും പറഞ്ഞ് ഞങ്ങൾ ഒരുമയുള്ള ഇരുമകളായിട്ട് ഒരു കപ്പിൽ തന്നെ കുടിച്ച്. അപ്പം നോക്കിയപ്പോൾ ദേ ഒരു വെള്ളിത്തളികയും കുറേ പാത്രങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ ദേ ഒരു കപ്പിൽ കാപ്പിയായിട്ട് വന്നു. സംഭവം വെള്ളിത്തളികയൊക്കെ ആണെങ്കിലും കാപ്പി ശോകമായിരുന്നു, മാരൊക്കെ കയ്പായിരുന്നു. പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റില്ല, നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു നല്ല കയ്പാണ്, വേണമെങ്കിൽ നോക്കിയാൽ മതിയെന്ന്. പിന്നെ 2 പേർക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ, കാശും കൊടുത്തായതുകൊണ്ട് എങ്ങനെയൊക്കെയോ ആ കയ്പ് നീര് അങ്ങോട്ട് കുടിച്ചിറക്കി. അപ്പോഴത്തേക്കും നമ്മളിതേ ഓർഡർ ചെയ്ത ചീസി ഫ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ ആൻഡ് ലാം പ്ലേറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ചിക്കൻ ഷവർമയും ലാം ഷവർമയും 2 ചിക്കൻ കബാബും 2 ലാം കബാബും കുറേ ചിക്കൻ്റെയും ലാമ്പിൻ്റെയും പീസസും പിന്നെ ബ്രെഡും ഡിപ്പും വെജീസും ഒക്കെ ഉണ്ടായിരുന്നത്. കുറ്റം പറയരുതല്ലോ, സംഭവം നല്ല കിടുക്കൻ ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. 4 പേർക്ക് സുഖമായിട്ട് കഴിച്ച് വയറ് നിറയ്ക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ കൈ കഴുകാൻ വേണ്ടി പോയപ്പോഴാണ് എൻ്റെ ക്യാമറ കണ്ണുകൾ ഒരു ഒളിസങ്കേതം അല്ലെങ്കിൽ ഒരു രഹസ്യ താവളം കണ്ടുപിടിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളുമായിട്ട് ആ രഹസ്യം ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് കംപ്ലീറ്റ് പുകയും വെളിച്ചും. ചെന്ന് നോക്കിയപ്പോൾ എന്താ, ഇതാണ് കേട്ടോ ഹുക്ക വലിക്കുന്ന സ്ഥലം. ഇവിടെ ഒരുപാട് പേരിരുന്നിട്ട് ഹുക്ക വലിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു പ്രൈവസിയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ അവരുടെ മുഖമൊന്നും അധികം എടുത്തില്ല. കാരണം ഭാര്യ മക്കളും അച്ഛനും അമ്മയൊന്നും അറിയാണ്ടായിരിക്കുമല്ലോ ഈ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. അതുകൊണ്ട് പിന്നെ അവരുടെ പ്രൈവസിയിൽ കടന്ന് ചെല്ലണ്ട എന്ന് വിചാരിച്ച് ഞാനൊരു ടാറ്റ ബൈ ബൈ സിയും പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു.